അമൂല്യ രത്നങ്ങൾ. ഇന്നും വളരെ ആകാംക്ഷയോടെ നിങ്ങൾ ഈ രത്നങ്ങൾ കേൾക്കുവാൻ, നമ്മുടെ ദൈവസ്നേഹ ഗീതികളിലെ രത്നങ്ങളായി എന്നും നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കുന്ന പാട്ടുകൾ കേൾക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കുകയാണെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എമി ചെറിയാൻ സാർ എന്ന അനുഗ്രഹീതനായിരുന്ന കവി, അദ്ദേഹം തൻ്റെ ദുരിതപൂർണമായ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും നല്ല പാട്ടുകൾ പിറന്നു വീണിരിക്കുന്നത്. മധുരയിൽ സുവിശേഷ വേലയ്ക്കായി തൻ്റെ ജോലി രാജിവെച്ച് മധുരയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ ഭാര്യയ്ക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുവാൻ പോലും നിവൃത്തിയില്ലാതിരുന്ന ദിവസങ്ങൾ. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ അവർ കടന്നുപോയി. ചില സുവിശേഷ പ്രതികൾ, ചില ബുക്ക്ലെറ്റുകൾ വിറ്റാണ് അന്ന് അദ്ദേഹം ജീവിച്ചിരുന്നത്. എന്നാൽ ഒരു മിഷണറി, അവിടെ പ്രവർത്തിച്ചിരുന്നൊരു മിഷണറി തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ താൻ താമസിച്ചിരുന്ന ആ ഭവനവും ബംഗ്ലാവും തൻ്റെ സാധനങ്ങളുമെല്ലാം എമി ചെറിയാൻ സാറിന് കൊടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന് വലിയ മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഇത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹം പല പ്രാവശ്യം ചിന്തിച്ചു. ആ ദിനങ്ങളിലൊക്കെ അദ്ദേഹം മാനസികമായി ഒരുപാട് ഭാരപ്പെടുകയും ഒരു നേരത്തെ ആഹാരത്തിന് പണമില്ലാതെ ഒരുപാട് വിഷമിക്കുകയും ചെയ്ത ദിവസങ്ങളായിരുന്നു. എന്നാൽ ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വന്ന ചില വരികൾ, മനമേ ചഞ്ചലമെന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. പാസ്റ്റർ അനിൽ അടൂരും നമ്മുടെ പ്രിയ ഗായിക ടീന ജോയും ചേർന്ന് ആലപിക്കുന്നു, മനമേ ചഞ്ചലം എന്തിനായി. മനമേ ചഞ്ചലമെന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായ. മനമേ ചഞ്ചലമെന്തിനാ. നാളെയെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. നാളെയെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ. മനമേ ചഞ്ചലമെന്തിനാ. മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനാ.
കൈവിടുകില്ലവനൊരു നാളും എന്ന് വാക്കു പറഞ്ഞവൻ മാറിടുമോ? കൈവിടുകില്ലവനൊരു നാളും എന്ന് വാക്കു പറഞ്ഞവൻ മാറിടുമോ? വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാ. മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭരില്ലയോ ജയവീരനായ? മനമേ ചഞ്ചലമെന്തിനായി